വഴിയൊന്നും തെറ്റിക്കില്ല. ഇതെത്ര വന്നാ നമ്മള് ഇതിലൂടെയോ നിങ്ങള് MLA ആയിട്ട് വേണത് റോഡാക്കാൻ അല്ല ഇപ്രാവശ്യം ജയിക്കില്ലേ? ജയിക്കൽ എന്തായാലും ജയിക്കും. പക്ഷെ ആര് ജയിക്കുന്നപ്പോ എന്തായാലും ഭൂരിപക്ഷം എന്ത് നോക്കാനാ? കഴിഞ്ഞ പ്രാവശ്യം 40,000. അതല്ല പറഞ്ഞത്. ഭൂരിപക്ഷം ആളുകൾ ഓൽക്കാ വോട്ട് ചെയ്യാന്ന്. അല്ല നീ എന്റെ പാർട്ടിക്കാരനല്ല ഓല പാർട്ടിക്കാരനോ? അല്ല ഞാനൊരു പൊതുവായ സത്യാവസ്ഥ പറഞ്ഞു. അധികം പൊതു സത്യം പറയണ്ട. വൈകുന്നേരം 100 വീട് കയറിയാണല്ലോ കേട്ടോ. വേമ്പാ 100 വീട് കയറുന്നൊക്കെ ശരി തന്നെ. ബാറ്റിലേക്ക് ഇതുവരെ ഒന്നും കയറിയില്ല. അധികം വീടൊന്നും കയറാനാകില്ല. പിന്നെ ഓടണം. അതാപ്പോഴത്തെ ഓടണോ? എപ്പോ ഓടും ചോദിച്ചേ? ഈ ഇലക്ഷന്റെ ഭാഗമായിട്ട് വന്ന എനിക്ക് എന്നെ മനസ്സിലായില്ല. നമ്മൾ ഒരുമിച്ച് പഠിച്ചല്ലേ? അച്ഛനെ വിളിക്ക് രാജേഷട്ടെ. ഏതാവേ ഇവരും നമ്മൾ ഒരുമിച്ച് പഠിച്ചാന്ന്. അത് ശരി. വോട്ടൊക്കെ നമ്മക്കുള്ള തന്നെയാണ്. എല്ലാരും ഉണ്ട്. ഇവനും ഞാനും 1ാം ക്ലാസ് 10ാം ക്ലാസ് പഠിച്ചാ. പിന്നെ ഇവൻ വേറെ വൈക്ക് ഇവന് എന്താ ജോലിയും കാര്യങ്ങളൊക്കെ ആയി ബാംഗ്ലൂർ എങ്ങനെയാണ്. പിന്നെ ഇന്ത്യക്കെ ഫുള്ള് പറയാ. പിന്നെ നമ്മള് നല്ല സുഹൃത്തുക്കളാണ്. വോട്ടൊക്കെ നമ്മക്കുള്ള തന്നെയാണ്. അല്ല ഇഞ്ഞോ സ്ഥാനാർത്ഥി ഞാനോ ഒരു 10 മിനിറ്റ് സംസാരിക്കട്ടെ? നിങ്ങൾ പറഞ്ഞാല് എല്ലാ വോട്ട് കൂടി പോകും. തൽക്കാലം മാസ്ക് ഇട്ടിട്ട് ആടെ നിൽക്ക്. പിന്നെ അറിയാലോ മാസ്ക് ആണ് നമ്മളെ ചിഹ്നം. കുത്താൻ മറന്നു വരുത്. ഇതെന്നാ പരിപാടി? നടക്കട്ടെ. അതേട്ടാ ചെല്ലേ വിളിക്കട്ടെ. വേഗം വിളിക്കാൻ പറ. പോണ്ടേ? 100 വീട് കയറാനുള്ളതാണ്. പോയിട്ട് വേറെ പരിപാടി ഉണ്ട്. പിന്നെ അറിയാലോ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ്. ഞാനിപ്പോ ഓടിക്കൊണ്ടാ ട്രെൻഡ് അതാണല്ലോ. എടോ ഭായ് ഇതും കൂടി നന്നാക്കാനോ? ഓക്കെ സെട്ടോ. അല്ല ഇങ്ങനെയല്ലോ ഞാനിങ്ങനെ വിചാരിക്കാം ഈ മലയാളം അറിഞ്ഞൂടാത്ത ബംഗാളിലോട് ഇങ്ങനെ മലയാളം സംസാരിക്കുന്ന ആരാധന. നിന്റെ ഇപ്പുറം ഒന്നിച്ച് പഠിച്ചാന്ന് പറഞ്ഞിട്ട് എടോ ഇവൻ ബംഗാളിയല്ലേ? അതിന് ഓനെപ്പോലത്തെ 9 ആളുണ്ട് എന്നല്ലേ, ഒരാളെ പോലെ 9 ആളുണ്ട് എന്നല്ലേ പറയാ. എടോ ഒരാളെ പോലെ 7 ആളുണ്ട് എന്നല്ലേ? അല്ലോ അത് കൊല്ലം കുറെ ആയില്ലേ അങ്ങനെ പറയല്ലോ. അല്ല അത് വിട്ട് അതാണ് നമ്മളിപ്പോ വിഷയം. നമ്മളിവിടെ എന്തിനാ വന്നത്? ബോട്ട് വയ്ക്കുക. രാധാശേട്ടാ അല്ല നിങ്ങളെ കാണുന്നുണ്ടോ? നിങ്ങളെ മക്കളെ ശരിക്കും രാഷ്ട്രീയക്കാര്. ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ ചോദ്യം നിങ്ങൾ ഫസ്റ്റ് തന്നെ ഇങ്ങോട്ട് ചോദിച്ചു. മർത്തന്മാര് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അങ്ങനെ അതിന്റെ ഒരു അറിയാലോ. ഉരുളണ്ട ഇരുന്നാഴ്ചയാണ് ഇലക്ഷൻ. പ്രത്യേകം സഹായവും സഹകരണവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവണം. ആയിക്കോട്ടെ. സ്വന്തം സ്ഥാനാർത്ഥിയാണ്. പിന്നെന്താ? ഓക്കെ പറഞ്ഞ മറന്നോണ്ട. ഇല്ല മാസ്കാണ് ചിഹ്നം. ചോട്ടു എന്നാ പിന്നെ ശരി. ഒരു 100 വീട് കൂടി കയറിയല്ല. ഇനിയും 100 വീട് കയറാനുണ്ടോ? അല്ലാണ്ട് പിന്നെന്താ? ഇതടക്കം 99 ഇനി കയറാനുള്ളൂ. എടാ 100 എന്ന് പറയുന്ന അപ്പത്തെ ട്രെൻഡ്. ഈ വേമ്പാ ഫ്രണ്ടൊക്കെ അതിന് മര്യാദയ്ക്ക് ബംഗാളിന്റെ കൂടെ ഞാൻ പണിക്ക് പോയാൽ മതിയായിരുന്നു. നേതാവ് നല്ല നേതാവ്.